ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ വിൻഡോ. 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി സബ്ജക്റ്റിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ഫസ്റ്റ് ചാപ്റ്ററിനെ ആധാരമാക്കി തയ്യാറാക്കിയിരിക്കുന്ന 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വിസ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രോഗ്രാം കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ വളരെ സഹായിക്കും. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം മുഴങ്ങിയത് എവിടെ? രൂപം കൊടുത്തത് ആര്? ഓപ്ഷൻസ്: തെക്കേ അമേരിക്ക ആൻഡ് ജെയിംസ് ഓട്ടിസ്, ഫ്രാൻസ് ആൻഡ് ജെയിംസ് ഓട്ടിസ്, ഇംഗ്ലണ്ട് ആൻഡ് ജെയിംസ് ഓട്ടിസ്, വടക്കേ അമേരിക്ക ആൻഡ് ജെയിംസ് ഓട്ടിസ്. ആൻസർ: വടക്കേ അമേരിക്ക ആൻഡ് ജെയിംസ് ഓട്ടിസ്. 16ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ വടക്കേ അമേരിക്കയിൽ യൂറോപ്യന്മാർ വിഭവങ്ങൾ കൈയടക്കാനായി വന്ന് 13 കോളനികൾ സ്ഥാപിച്ചു. വടക്കേ അമേരിക്കക്കാർക്കും ഭരണ പങ്കാളിത്തം വേണമെന്ന ആവശ്യം മുൻനിർത്തി ജെയിംസ് ഓട്ടിസ് ആണ് ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ആരാണ് പിൽഗ്രിം ഫാദേഴ്സ് അഥവാ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: ആദ്യമായി വടക്കേ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ച ലാറ്റിൻ അമേരിക്കക്കാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ, റഷ്യക്കാർ. ആൻസർ: ആദ്യമായി വടക്കേ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ച ഇംഗ്ലീഷുകാർ. 17ാം നൂറ്റാണ്ടിൽ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലെത്തി ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഇംഗ്ലീഷുകാരാണ് തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ: ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം, ദിവസം. ഓപ്ഷൻസ്: 1773 ഡിസംബർ 14, 1774 ഡിസംബർ 16, 1774 ഡിസംബർ 14, 1773 ഡിസംബർ 16. ആൻസർ: 1773 ഡിസംബർ 16. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ നികുതി കൂട്ടിയതിൽ പ്രതിഷേധിച്ച് റെഡ് ഇന്ത്യൻസ് വേഷം ധരിച്ചവർ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമടിച്ചിരുന്ന കപ്പലിൽ നിന്നും 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നു പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ: ഇംഗ്ലണ്ടിൽ നിന്നും കുടിയേറിയവർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം. ഓപ്ഷൻസ്: ഫോറിൻ പോളിസി, കോണ്ടിനെൻ്റൽ, മെർക്കൻറ്റിലിസം, പാരീസ് ഉടമ്പടി. ആൻസർ: മെർക്കൻറ്റിലിസം. ഇംഗ്ലീഷ് നിയന്ത്രണത്തിലുള്ള കപ്പലുകളിൽ മാത്രം സാധനങ്ങൾ കൊണ്ടുപോവുക, കോളനിയിലെ സാധനങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റി അയക്കുക, കോളനി നിയമപ്രമാണങ്ങളിലും മറ്റും ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കുക, കോളനിയിലേക്ക് സാധനങ്ങൾ ഇറക്കുന്നതിന് ഇറക്കുമതി ചുങ്കം നൽകണം എന്നിവയാണ് മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 5: മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻസ്: ജോൺ ലോക്ക്, തോമസ് പെയിൻ, ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ. ആൻസർ: ജോൺ ലോക്ക്. ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങളെ എതിർക്കണമെന്ന് കോളനിക്കാർക്ക് തോന്നിയത് ജോൺ ലോക്ക് പോലുള്ള ചിന്തകരുടെ ആശയങ്ങൾ മൂലമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6: അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ്. ഓപ്ഷൻ 1: ജോൺ ആഡംസ്, സെക്കൻഡ് ആൻഡ്രൂ ജാക്സൺ, തേർഡ് ജോർജ് വാഷിങ്ടൺ, ഫോർത്ത് തോമസ് ജെഫേഴ്സൺ. ആൻസർ
ജോർജ് വാഷിംഗ്ടൺ. ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന് ജോർജ് വാഷിംഗ്ടണിനെ നേതാവായി തിരഞ്ഞെടുത്തു. പിന്നീട് ഇവർ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അതിനെ തുടർന്ന് യുദ്ധമുണ്ടായി. പിന്നീട് കോളനികൾക്ക് ഇംഗ്ലണ്ട് സ്വാതന്ത്ര്യം നൽകി. ഭരണഘടന തയ്യാറാക്കി. അതുപ്രകാരം ജോർജ് വാഷിംഗ്ടൺ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റായി. 7th ക്വസ്റ്റ്യൻ. ഇംഗ്ലണ്ടിലെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം ഏത് ഉടമ്പടി പ്രകാരമാണ് നടന്നത്? ഓപ്ഷൻസ്: ട്രീറ്റി ഓഫ് ലണ്ടൻ, ട്രീറ്റി ഓഫ് ലോക്ക്സ്റ്റൗൺ, ട്രീറ്റി ഓഫ് ആൽബനി, ട്രീറ്റി ഓഫ് പാരീസ്. ആൻസർ: ട്രീറ്റി ഓഫ് പാരീസ്. 1781 ഇംഗ്ലണ്ടും കോളനികളും തമ്മിൽ യുദ്ധം അവസാനിച്ചതിന് ശേഷം 1783 പാരീസ് ഉടമ്പടി നടക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഫ്രാൻസിൽ സാമൂഹിക സാമ്പത്തിക അസമത്വത്തിന് കീഴിൽ സമൂഹത്തെ തട്ടുകളായി തിരിച്ചിരുന്നു. അവ അറിയപ്പെടുന്നത്. ഓപ്ഷൻസ്: സ്റ്റേറ്റുകൾ, വേഴ്സായ്, കോമൺസ്, എസ്റ്റേറ്റുകൾ. ആൻസർ: എസ്റ്റേറ്റുകൾ. ധൂർത്തരും ആഡംബരപ്രിയരുമായ ഭരണാധികാരികൾ മൂലം സാമൂഹിക സാമ്പത്തിക അസമത്വം വളരെയധികമായിരുന്നു ഫ്രാൻസിൽ. ഇത് മനസ്സിലാക്കാനായി ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരുന്നു. അതിനെ പറയുന്ന പേരാണ് എസ്റ്റേറ്റുകൾ. 9th ക്വസ്റ്റ്യൻ. ഫ്രാൻസിൽ 3-ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ ഒരുമിച്ച് കൂടി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തു. ഇത് അറിയപ്പെടുന്നത്. ഓപ്ഷൻസ്: ഫ്രാൻസ് കോർട്ട് പ്രതിജ്ഞ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, കോർട്ട് പ്രതിജ്ഞ, ഫ്രാൻസ് പ്രതിജ്ഞ. ആൻസർ: ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഭരണ സംവിധാനത്തിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതിനാൽ അസംതൃപ്തരായ 3-ാം എസ്റ്റേറ്റുകാർ തങ്ങളാണ് ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ച് അവർ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. അവിടെ വെച്ചാണ് ഫ്രഞ്ച് രാജവാഴ്ചയെ ഇല്ലാതാക്കുന്നതിന് തുടക്കം കുറിച്ച ടെന്നീസ് കോർട്ട് അസംബ്ലി നടക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഇതാരുടെ വാക്കുകളാണ്? ഓപ്ഷൻസ്: മെറ്റർനിക്, തോമസ് പെയിൻ, ജോർജ് വാഷിംഗ്ടൺ, തോമസ് ജെഫേഴ്സൺ. ആൻസർ: മെറ്റർനിക്. 11th ക്വസ്റ്റ്യൻ. സോഷ്യൽ കോൺട്രാക്ട് എന്ന പുസ്തകം ആരുടേതാണ്? ഫസ്റ്റ് ഓപ്ഷൻ വോൾട്ടയർ, സെക്കൻഡ് റൂസോ, തേർഡ് ജോൺ ലോക്ക്, ഫോർത്ത് കാൾ മാർക്സ്. ആൻസർ: റൂസോ. 3-ാം എസ്റ്റേറ്റ് ദേശീയ അസംബ്ലിയായി പ്രഖ്യാപിച്ച ശേഷം തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയത്തിലൂന്നിയതാണ്. 12th ക്വസ്റ്റ്യൻ. ഏത് യുദ്ധത്തിലാണ് നെപ്പോളിയൻ യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ടത്? ഓപ്ഷൻസ്: വാട്ടർലൂ, ബോക്സർ, ഫ്രാൻസ്, പാരീസ്. ആൻസർ: വാട്ടർലൂ. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം കുറച്ചുകാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കീഴിൽ ഫ്രാൻസുകാർക്ക് കഴിയേണ്ടി വന്നുവെങ്കിലും
ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ നടപ്പിലാക്കപ്പെട്ടു. നെപ്പോളിയന്റെ കീഴിൽ ദേശീയത ശക്തി പ്രാപിക്കുകയും ഓരോ യൂറോപ്യൻ രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തുകയും ചെയ്തു. ഫ്രഞ്ച് വിപ്ലവാശയങ്ങളെ ഭയന്ന യൂറോപ്യൻസ് ഒന്നിച്ചു ചേർന്ന് 1815 നെപ്പോളിയനെ പരാജയപ്പെടുത്തി. ക്വസ്റ്റ്യൻ നമ്പർ 13. 1900 ചൈനയിലെ ചില രഹസ്യ സംഘടനകൾ മഞ്ചു രാജവംശത്തിനെതിരെ നടത്തിയ കലാപത്തിന് പറയുന്ന പേര്. ഓപ്ഷൻസ്: വാട്ടർലൂ, ബോക്സർ, ഫ്രാൻസ്, പാരീസ്. ആൻസർ: ബോക്സർ. മറ്റ് രാജ്യങ്ങൾ ചൈനയിൽ ഇടപെടുന്നതിന് അനുകൂല നിലപാടാണ് മഞ്ചു രാജവംശത്തിന് ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് കലാപം നടന്നത്. 14th ക്വസ്റ്റ്യൻ. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിത. ഓപ്ഷൻസ്: കൺഫ്യൂഷനിസം, താവോയിസം, മാവോയിസം, മാർക്സിസം. ആൻസർ: മാർക്സിസം. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിതയാണ് മാർക്സിസം. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിലെ പ്രധാന ആശയം. ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. 15th ക്വസ്റ്റ്യൻ. ട്രീ ഓഫ് ലിബർട്ടി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി നട്ടതാര്? ഓപ്ഷൻസ്: ടിപ്പു സുൽത്താൻ, നെപ്പോളിയൻ, ഹൈദരാലി, അലക്സാണ്ടർ. ആൻസർ: ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായി സഖ്യമുണ്ടാക്കുകയും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി ശ്രീരംഗപട്ടണത്ത് ട്രീ ഓഫ് ലിബർട്ടി നടുകയും ചെയ്തു.